شوقي فاضت شافته للأمة قد كان منى أن يلقاهم فأحبتهم من صدقه وما رأى أن يلقاهم فأحبتهم من صدقه وما رأى والصحابة يسألون ومن الإخوان الباقون هلسنا نحن المصطفى فكان الرد ما معنا أنتم أصحابي الأبرار وهم الإخوان الأخيار بيض غر كالأطيار وجه حلو ما أندى وجه حلو ما أندى. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹനിധികളായ പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തു മുഹമ്മദിലെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഓതിവച്ച 38-ാമത്തെ ആയത്തിൻ്റെ പകുതി മുതലാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആദ്യം ആ ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ها أنتم هؤلاء تدعون لتنفقوا في سبيل الله فمنكم من يبخل ومن يبخل فإنما يبخل عن نفسه والله الغني وأنتم الفقراء وإن تتولوا يستبدل قوما غيركم ثم لا يكونوا أمثالكم. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി വഇൻ തതവല്ലൗ, നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങളല്ലാത്ത ഒരു ജനതയെ അവൻ പകരം കൊണ്ടുവരുന്നതാണ്. സുമ്മ ലാ യകൂനു അംസാലക്കും, എന്നിട്ടവർ നിങ്ങളെപ്പോലെ ആയിരിക്കുകയുമില്ല. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അവസാനമായി പഠിക്കാനുള്ളത്. വഇൻ തതവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും സുമ്മ ലാ യകൂനു അംസാലക്കും, നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നിങ്ങളല്ലാത്ത ഒരു ജനതയെ അവൻ പകരം കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അവർ നിങ്ങളെപ്പോലെ ആയിരിക്കുകയുമില്ല. പ്രസ്തുത ആയത്തിൽ, ഈ 38-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ പറ്റിയാണ് അള്ളാഹു പറഞ്ഞു വച്ചത്. എന്നിട്ട് സമ്പത്ത് ചെലവഴിക്കാതെ പിശുക്കു കാണിക്കുന്നവർ, അവർക്ക് നഷ്ടമാണുള്ളത്. അവർ സ്വന്തത്തെ പ്രയാസപ്പെടുത്തുകയാണ്. അള്ളാഹുവാകട്ടെ പരാശ്രയമുക്തൻ, അൽ ഗനിയ്യ്, ധനികൻ. അള്ളാഹു പരാശ്രയമുക്തനാകുന്നു. വ അൻതുമുൽ ഫുഖറ, നിങ്ങളോ ദരിദ്രന്മാരും. ഇതാണ് ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു പറഞ്ഞു വച്ചത്. ഇനി അതിൻ്റെ അവസാനത്തിൽ വ ഇൻ തതവല്ലൗ, നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഐ അൻ താഅതിഹി വത്തിബാഇ ശറഇഹി, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നും അവൻ്റെ നിയമങ്ങളെ പിൻപറ്റുന്നതിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും, നിങ്ങൾക്ക് പകരമായി ഒരു ജനതയെ അള്ളാഹു കൊണ്ടുവരും എന്നാണ്. സുമ്മ ലാ യകൂനു അംസാലക്കും, അങ്ങനെ പകരമായി അള്ളാഹു കൊണ്ടുവരുന്ന ആ ജനത നിങ്ങളെപ്പോലെ ആയിരിക്കുകയില്ല. വലാകിൻ
യകൂനൂന സാമിഈന മുതിഈന ലഹു വലി അവാമിരിഹി. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഓരോന്നും അനുസരിക്കുന്നവരും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കേൾക്കുന്നവരും അതിനോട് നല്ല രൂപത്തിൽ പ്രതികരിക്കുന്നവരുമായിരിക്കും അവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കേൾക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യണമെന്നാണ് അള്ളാഹു വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്കിടയിൽ നിന്നും ഓതിയപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകരോട് സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മൻ ഹൗല ഇല്ലദീന ഇൻ തവല്ലൈന ഇസ്തബ്ദല ബിന തുമ്മ ലാ യകൂനു അംസാലന. ഞങ്ങൾ ഈ ദീനിൽ നിന്നും പിന്തിരിഞ്ഞു പോയാൽ അള്ളാഹു ഞങ്ങൾക്ക് പകരമായി കൊണ്ടുവരുന്ന ജനത ആരാണ് റസൂലേ? അവരെപ്പറ്റി ഒന്ന് പറഞ്ഞു തരൂ. അല്ലെങ്കിൽ പകരം അള്ളാഹുവിനെ അനുസരിക്കുന്ന, ഞങ്ങളെക്കാൾ അനുസരിക്കുന്ന ജനതയെപ്പറ്റി ആരാണ് അവർ എന്നൊന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫളറബ ബിയദിഹി അലാ കത്തിഫി സൽമാൻ അൽ ഫാരിസി, അടുത്തുണ്ടായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഹാദാ വഖൗമുഹു, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സമൂഹവുമാണ്. വലൗ കാന ദീനു ഇൻദ സുറയ്യ ലതനാവലഹു റിജാലു മിനൽ ഫറസ്. അള്ളാഹുവിൻ്റെ ദീൻ അത് സുറയ്യ നക്ഷത്രത്തിൻ്റെ അത്ര വിദൂരമാണെങ്കിലും ഇദ്ദേഹത്തെപ്പോലെ, ഇദ്ദേഹത്തിൻ്റെ ജനതയെപ്പോലെ, പേർഷ്യക്കാരെ പോലെ ദീനിനോട് താല്പര്യമുള്ള ആളുകളെ അള്ളാഹു കൊണ്ടുവരുമെന്നാണ്. സുറയ്യ നക്ഷത്രത്തിൻ്റെ അടുത്താണ് ദീനെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എത്ര വിദൂരത്താണെങ്കിലും എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം അനുസരിക്കുന്ന ആളുകളെ അള്ളാഹു കൊണ്ടുവരും എന്ന് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതായിരുന്നാലും ഈ ആയത്തിൻ്റെ ഉദ്ദേശം ഒന്നുകൂടെ വ്യക്തമാകണമെങ്കിൽ 33-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം മുതൽ നമുക്ക് നോക്കേണ്ടി വരും. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു 33-ാമത്തെ ആയത്ത് തുടങ്ങുന്നത്. അവിടെ മുതൽ അള്ളാഹു വിശ്വാസികളോട് പല കാര്യങ്ങളെപ്പറ്റിയും കൽപ്പിക്കുന്നുണ്ട്. ഒന്നാമത് അത്തിയുല്ലാഹ വർ റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. അപ്പോൾ ഏത് കാര്യങ്ങളിലും ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാൻ തയ്യാറാകണം. അതുപോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഒരിക്കലും നിഷ്ഫലമാക്കി കളയരുത്. അതുപോലെ തന്നെ ശത്രുക്കളുടെ മുമ്പിൽ വിശ്വാസികൾ ദൗർബല്യം കാണിക്കരുത്. വിശ്വാസത്തോടുകൂടെ, ഈമാനോടുകൂടെ, തഖ്വയോടുകൂടെ ജീവിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കണം, പിശുക്കു കാണിക്കരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 33-ാമത്തെ ആയത്തിൻ്റെ ശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളോട് പറയുന്നുണ്ട്. അതിനു മുമ്പും ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് നൽകുന്നത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം അനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഇതിനെല്ലാം കഴിയുന്ന, ഇതിനെല്ലാം സൗകര്യമുള്ള ഒരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നില്ല എന്നതുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാമിൻ്റെ നിയമങ്ങളൊന്നും അവസാനിക്കരുത്. ഈ ആദർശം ഇവിടെ നിന്നുപോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമെല്ലാം ഖിയാമത്ത് നാളുവരെ നിലനിൽക്കണം. അപ്പോൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഇതേ ആശയത്തിൽ വരുന്ന മറ്റൊരു ആയത്ത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 54-ാമത്തെ ആയത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന. വിശ്വസിച്ചവരെ, നിങ്ങളിൽ വല്ലവരും തൻ്റെ മതത്തെ വിട്ടുമടങ്ങി ഭ്രഷ്ടരായി പോകുന്നതായാൽ വഴിയെ അള്ളാഹു ഒരു ജനതയെ കൊണ്ടുവരും. അവൻ അവരെ സ്നേഹിക്കുകയും അവർ അള്ളാഹുവിനെ സ്നേഹിക്കുകയും ചെയ്യും. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലായിം. സത്യവിശ്വാസികളോട് എളിയവരും
അവിശ്വാസികളോട് ഗൗരവമുള്ളവരുമായിരിക്കും അവർ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സമരം ചെയ്യും. യാതൊരു ആക്ഷേപകാരൻ്റെ ആക്ഷേപവും അവർ ഭയപ്പെടുന്നതുമല്ല. ഇങ്ങനെയുള്ളവരായിരിക്കും അള്ളാഹു കൊണ്ടുവരുന്ന അവർ. ദാലിക ഫളുലുല്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹുവിൻ്റെ അനുഗ്രഹമത്രേ അത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ കൊടുക്കുന്നു. അള്ളാഹു വിശാലനും സർവജ്ഞനുമാകുന്നു. അപ്പോൾ ഇത്തരം സൽസ്വഭാവങ്ങൾ അടങ്ങിയ ഒരു ജനതയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ഇതിൽ നിന്നും പിന്തിരിയുകയാണെങ്കിൽ പകരമായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നവർ. അവരുടെ സ്വഭാവം ഏറ്റവും പരിപൂർണമായ രൂപത്തിലാണ്. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, വിശ്വാസികളോട് വളരെ സ്നേഹത്തോടുകൂടെ എളിമയോടുകൂടെ ആയിരിക്കും അവർ. അതുപോലെ തന്നെ കാഫിരീങ്ങളോട് അവർ വളരെ ഗൗരവത്തിൽ വർത്തിക്കുന്നവരായിരിക്കും. യുജാഹിദൂന ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഷ്ടപ്പെടാൻ അവർ തയ്യാറാണ്. വലാ യഖാഫൂന ലൗമത ലായിം, എത്ര വലിയ ആക്ഷേപകൻ്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ജനതയെ അള്ളാഹു കൊണ്ടുവരും എന്നാണ്. സുമ്മ ലാ യകൂനു അംസാലക്കും, നിങ്ങളെപ്പോലെ അവർ ആവുകയില്ല എന്ന് പറഞ്ഞാൽ പിന്തിരിയുകയാണെങ്കിൽ അങ്ങനെ പിന്തിരിയുന്നവരായിരിക്കുകയില്ല ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു ജനത എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഈ വലിയ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബികൾക്കും ലഭിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്ന ഏറ്റവും വലിയ ആ ഒരു അനുഗ്രഹം, ത്വാഅത്ത്, അത് നബിയും അവിടുത്തെ സ്വഹാബികളും കൃത്യമായി നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ ഈ അഭിസംബോധന സ്വഹാബികളോടല്ല, എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം അള്ളാഹു മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും എന്ന അള്ളാഹുവിൻ്റെ അഭിസംബോധനയെ വ്യാഖ്യാനിക്കേണ്ടത്. കാരണം സ്വഹാബികൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ധിക്കരിച്ചില്ല, അവർ നബിയുടെ കൂടെയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിൽക്കാലത്ത് വരുന്ന ആരാണെങ്കിലും അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ആയത്ത് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവ മേഖലയിൽ അതുപോലെ തന്നെ ഇബാദത്ത് എടുക്കുന്ന മേഖലയിലൊക്കെ നമ്മൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മളെക്കാൾ അനുയോജ്യരായ ഏറ്റവും നല്ല ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം അടിയുറച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്കാണ്, അതിൻ്റെ നേട്ടം നമുക്കാണ്. അല്ലാതെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനെ നമ്മൾ കൈയൊഴിയുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന അവൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളുമെല്ലാം ശിരസ വഹിക്കുന്ന ആളുകൾ പിൽക്കാലത്തുണ്ടാകും. നമുക്കാണ് നഷ്ടമുണ്ടാവുക എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്ത് സുമ്മ ലാ യകൂനു അംസാലക്കും, അല്ലെങ്കിൽ വ ഇൻ തതവല്ലൗ, നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ എന്ന് പറഞ്ഞത് സ്വഹാബികൾക്ക് ബാധകമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സ്വഹാബിമാരെപ്പറ്റി അള്ളാഹുവിൻ്റെ നബി തങ്ങളുടെ കൂടെ ജീവിച്ച അനുചരന്മാർ, അവരെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലൂടെ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി പ്രസ്താവിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയുടെ 100-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ആദ്യമായി മുന്നോട്ട് വന്നവരും സുഹൃതം ചെയ്തുകൊണ്ട് അവരെ പിന്തുടർന്നവരും ആരോ, അവരെപ്പറ്റി അള്ളാഹു സംതൃപ്തനായിരിക്കുന്നു, അവനെപ്പറ്റി അവരും സംതൃപ്തനായിരിക്കുന്നു. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദ ദാലിക്കൽ ഫൗസുൽ അളീം. താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ അവർക്ക് അവൻ ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. എന്നെന്നും അവരതിൽ നിത്യവാസികളായിരിക്കും. അതത്രേ മഹത്തായ വിജയം. അപ്പോൾ ഇങ്ങനെയാണ് സ്വഹാബികളെപ്പറ്റി അള്ളാഹു പറഞ്ഞത്. സ്വഹാബികൾ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൽപ്പനകൾ ഒന്നൊഴിയാതെ പകർത്തുകയും ചെയ്തവരാണവർ. അതുകൊണ്ട് ഇവിടുത്തെ ഉദ്ദേശം, ഇനി പിൽക്കാലത്ത് ആരാണോ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്നും പിന്തിരിയുന്നത്, അള്ളാഹുവിന് യാതൊരുവിധ നഷ്ടവും അതുകൊണ്ട് വരാനില്ല. പകരം അള്ളാഹു മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും എന്നുള്ളതാണ്. ഏതായിരുന്നാലും
നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുക. അതാണ് നാം ചെയ്യേണ്ടത്. നമുക്കാണ് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നത് കൊണ്ടുള്ള ലാഭമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നാം സൂറത്ത് മുഹമ്മദ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അറിഞ്ഞതിലും പഠിച്ചതിലും ഒക്കെ ഉപരി അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.